വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് ഇരിഞ്ഞാലക്കുടയിലെ കച്ചേരി വളപ്പിലെ കഫേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു പഴയ കോടതിയായിരുന്നു. അപ്പോൾ കോടതിനെ ഒന്ന് റീഫർബിഷ് ചെയ്തിട്ടൊരു റെസ്റ്റോറൻറ്റ് പോലെ ആക്കി നല്ലൊരു വിൻറ്റേജ് ലുക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കൂടെ അമ്പാടി ഉണ്ട്. അപ്പോൾ അമ്പാടിയുടെ കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. അമ്പാടിയുടെ സ്കൂട്ടറിലാണ്. എത്ര G2 B1 ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കാര്യം നടക്കാം. നമുക്ക് ഓടാൻ ഇതുപോലൊരു സ്കൂട്ടർ തന്നെ നമുക്ക് വേണം. അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മൾ ഒരു ഇരിഞ്ഞാലക്കുടയിൽ ഒരു ബുള്ളറ്റ് സ്പെഷ്യലിസ്റ്റായ ഒരു ഫ്രിജോ എന്ന് പറഞ്ഞൊരു മെക്കാനിക്കിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. ഒരുപാട് പഴയ വണ്ടികൾ റീസ്റ്റോർ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു മെക്കാനിക്കാണ് ഫ്രിജോ. ഇരിഞ്ഞാലക്കുടയിൽ ഏറ്റവും പേര് കേട്ടൊരു മെക്കാനിക്കാണ് ഫ്രിജോ എന്ന് പറഞ്ഞ നമ്മുടെ ചേട്ടൻ. അപ്പോൾ ഒരുപാട് പഴയ വണ്ടികൾ ചെയ്ത അനുഭവം ഉണ്ട് ആൾക്ക്. പ്രത്യേകിച്ചും G2 വണ്ടികളിലെ ഒരു എക്സ്പേർട്ടാണ് എന്നാണ് അമ്പാടി പറഞ്ഞത്. അമ്പാടിയുടെ വണ്ടികളെല്ലാം വർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. ഒരു G2 എഞ്ചിൻ നമുക്ക് കാണാം. ഇതൊരു 62 മോഡലിൻ്റെയാണ്. അതും ഒരു 62 മോഡൽ G2 വണ്ടിയുടെയാണ്. രണ്ടും കംപ്ലീറ്റ് രജിസ്ട്രേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി സാധനങ്ങളെല്ലാം പെയിൻറ്റിങ് പ്ലേറ്റിങ്ങിനെല്ലാം പോയിരിക്കുകയാണ്. ഇതുകൂടാതെ വേറെയും വണ്ടികളുണ്ട്, നമുക്ക് നോക്കാം. ലൈറ്റ് കുറവാണ്. വണ്ടി ഇതെല്ലാം ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ വണ്ടികളാണ്. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികളാണ്. ഒരു രക്ഷയില്ല ഇവിടുത്തെ വണ്ടികൾ. തൃശ്ശൂരിൻ്റെ പ്രത്യേകതയാണ്. എല്ലാം പെയിൻറ്റിങ്ങും പ്ലേറ്റിങ്ങും നമുക്ക് ഒരു കോംപ്രമൈസും ചെയ്യാതെ ചെയ്യുന്നവരാണ് അവർ. ഫുൾ പെയിൻറ്റിങ് ആയാലും ശരി, മാക്സിമം അതിൻ്റെ പെർഫെക്ഷനിൽ പെയിൻറ്റ് ചെയ്യും. അതുപോലെ പ്ലേറ്റിംഗ് ആയാലും ശരി, എൻജിൻ കോമ്പണൻസ് ആയാലും ശരി, അവരൊന്നും ഷൈനിങ്ങിന് ഒട്ടും കുറവ് വരുത്താറില്ല. ഓരോ വണ്ടി നമുക്ക് കണ്ടാലും അറിയാം. അത് എനിക്ക് ഈ ജില്ലയിലെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇത്രയും ഷൈനിങ് ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലും കാണാൻ പറ്റില്ല. പിന്നെ ഇത് തൃശ്ശൂർ മാത്രം കണ്ടുവരുന്നൊരു സീറ്റിൻ്റെ ഒരു സ്റ്റൈലാണ്. നല്ല ഹൈറ്റിലുള്ള കുഷ്യൻ. തൃശ്ശൂർ അറിയാത്തൊരാൾ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സീറ്റ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ തൃശ്ശൂർ എത്തിയെന്നുള്ളത്. വേറെ വണ്ടികൾ നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗ് ആണ് ഇവിടുത്തെ വർക്ക്. നിങ്ങൾ നോക്കുക, എന്താണ് ഗ്ലേസിങ്, ആ ക്രോമിങ്ങുമായാലും ശരി. ഒരു ഡീലക്സ് ആണത്. ഡീലക്സിൻ്റെ ശരിക്കും ഡീലക്സ് ആണ്. ഇതാണ് ഡീലക്സ്. മഡ് ഗാർഡിൻ്റെ ക്രോമിങ് ആയാലും ശരി, എൻജിൻ്റെ ആ ഒരു പോളിഷിങ് ആയാലും ശരി, ടാങ്കും എല്ലാം ഒരു രക്ഷയില്ല. എല്ലാ വണ്ടികളും അതെ. ഷൈനിങ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം. ഇതൊരു 62 മോഡൽ വണ്ടിയുടെ എൻജിനാണ്. ഒരു കേരള രജിസ്ട്രേഷൻ ജെനുവിൻ വണ്ടിയാണത്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കറിയാം എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. എന്തായാലും ഇതും ഇവിടെ റീസ്റ്റോർ ചെയ്യാണ്. നമുക്കറിയാം എൻജിൻ നമ്പറൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. ജെനുവിൻ പഞ്ചാണ്. ഒന്നും നോക്കാനില്ല, എല്ലാം ഇൻടാക്റ്റാണ്. മറ്റ് സാധനങ്ങളെല്ലാം പ്ലേറ്റിങ്ങും ക്രോമിങ് അതുപോലെ പെയിൻറ്റിങ്ങിനൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഹെഡ്, സിലിണ്ടർ എല്ലാം ഫുള്ളി ഒറിജിനൽ ആയിട്ടുള്ളൊരു എൻജിനാണത്. എന്നാലും നമുക്ക് കണ്ടറിയാം ഈ വണ്ടി എങ്ങനെ ഉണ്ടാവും. നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. വർക്കെല്ലാം നടക്കട്ടെ. ഇതാണ് ആ വണ്ടിയുടെ പഴയ കുറച്ച് ഫോട്ടോസാണ്. നമുക്ക് വീഡിയോ ഒന്നുമില്ല, കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യണം. ഈ ഒരു കണ്ടീഷനിലായിരുന്നു. അതിൻ്റെ ഒറിജിനാലിറ്റി ഒന്നും കുറവായിരുന്നു. എൻജിനും ഗിയർ ബോക്സും മാത്രമാണ് നമുക്ക് ഈ ഫോട്ടോകളിൽ ഒറിജിനലായിട്ട് കാണുന്നത്. എന്തായാലും ഇതിൻ്റെ ഒറിജിനൽ സാധനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ റീസ്റ്റോർ ചെയ്തിട്ട് അതിനെ ഫുൾ ഒറിജിനാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓട്ടത്തിലാണ് ഇവിടുത്തെ മെക്കാനിക്കും അതുപോലെ അമ്പാടിയും. പിന്നെ വേറൊരു എഞ്ചിൻ അവിടെ നമുക്ക് കാണാം. ഇതൊരു 62 മോഡൽ എഞ്ചിനാണ്. ഇതൊരു ജെനുവിൻ എഞ്ചിനാണ്. എല്ലാം ഇൻടാക്റ്റാണ്. ഗിയർ ബോക്സ് ആയാലും ശരി, എഞ്ചിൻ, ടൈമിംഗ് കവർ എല്ലാം, ഹെഡ്, സിലിണ്ടർ, അതാണ് എപ്പോഴും നോക്കേണ്ടത്. ഹെഡ്, സിലിണ്ടർ എല്ലാം ഒറിജിനലാണ്. ഇതാണ് ആ വണ്ടി. ഈ വണ്ടിയുടെയും പെയിൻ്റ് എല്ലാം മാറ്റി ഈ വണ്ടി വേറൊരാൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പഴയ പെയിൻറ്റിന് ഒരു കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമുക്കറിയാം എന്തൊക്കെ കണ്ടീഷനാണെന്ന് വെച്ചാലും നമ്മുടെ ടേസ്റ്റിലേക്ക് ഒരു വണ്ടി പുതിയത് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ മാറ്റും. അത് എങ്ങനെയൊക്കെ പോലെ എത്ര കണ്ടീഷനായാലും ശരി, നമ്മുടെ ടേസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്തായാലും കുറച്ച് പൈസ നമ്മൾ കളയും. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പുതിയ പെയിൻ്റെല്ലാം മാറ്റി, പെയിൻറ്റിങ് അതുപോലെ കുറേ കൂടി ഒറിജിനൽ സാധനങ്ങൾ ഇതിൽ ഫിറ്റ് ചെയ്യണം. SR മാഗ്നറ്റോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു ഒറിജിനൽ വണ്ടിയാണ്. ഇതും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ആളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്, ഓൾറെഡി ഒറിജിനൽ സാധനങ്ങൾ അതിലുണ്ട്. പക്ഷേ ഇനിയുള്ള ഓണർ ഒന്നുകൂടി അതിൻ്റെ മാക്സിമം പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഓട്ടത്തിലാണ്. എന്തായാലും അതും നമുക്ക് കാണാം. വരുന്ന വീഡിയോകളിൽ നമുക്ക് കാണാം. അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കുറേ വീലും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ഡംപ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. എന്തായാലും ശരിക്കും ഒരു എന്താ പറയുക, നമ്മൾ കാണാത്തൊരു തരത്തിലുള്ള രജിസ്ട്രേഷനാണ് ഇവിടുത്തെ. കാരണം വളരെ ഷൈനിങ്. അതാണ് എൻ്റെ ആദ്യം നോട്ടത്തിൽ എനിക്ക് കാണുന്നതാണ്. അത്രയും ഗ്ലേസിങ് ആൻഡ് ഷൈനിങ് ആണ് വണ്ടികൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് പിന്നെ പുറത്ത് നമ്മൾ കണ്ടൊരു വണ്ടിയാണ്. അങ്ങനെ എന്താ പറയുക, ഒരു ഹാൻഡിൽ മാത്രം ഒറിജിനൽ ഹാൻഡിൽ അതിലുണ്ട്. G2 ഹാൻഡിൽ.
ഒറിജിനൽ G2 ഹാൻഡില. ആ ഹാൻഡിൽ എനിക്ക് ചോക്കണമെന്നുണ്ടായിരുന്നു കൊടുത്ത മെക്കാനിക്കിൻ്റെ അടുത്ത്. പക്ഷെ അമ്പാടി പറഞ്ഞു അത് വേണ്ട, ആളത് തരില്ല എന്ന്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആളുടെ ഒരു ആത്മാർത്ഥമാണ്. ഒരാളിവിടെ ഒരു കസ്റ്റമർ വണ്ടി കൊടുന്നിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യത്തോടെ കൊടുന്നിടാൻ പറ്റും. കാരണം അതിലൊരു സ്പെയറും പോകില്ല. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ പഴയ വണ്ടികൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടൊരു സംഭവം അതാണ്. നമ്മുടെ സാധനങ്ങളൊന്നും മിസ്സാവരുത് അവിടുന്ന്. ഒരു നട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോൾട്ട് മിസ്സായാൽ പോലും നമുക്ക് അത് തീരാൻ നഷ്ടമായിരിക്കും. അപ്പോൾ അത്തരം മെക്കാനിക്കുകളാണ് നമുക്ക് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടത്. അങ്ങനത്തെ മെക്കാനിക്കുകളുടെ അടുത്ത് നമുക്ക് വണ്ടി കൊടുത്ത് നമുക്ക് എത്ര മാസങ്ങളോളം നമുക്ക് പോകാം, അല്ലെങ്കിൽ വർഷങ്ങളോളം അവിടെ കിടന്നാലും അതിൽ സ്പെയർ പാർട്സ് ഒന്നും മിസ്സാവരുത്. നമ്മുടെ പ്രാർത്ഥന അതാണ്. അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിക്കാണ് നമ്മുടെ ഫ്രിജോ ചേട്ടൻ. ആളെ നമുക്കൊന്ന് കാണാൻ പറ്റിയില്ല, കുറച്ച് ആൾ തിരക്കിലായിരുന്നു. പിന്നെ നമുക്കും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും വരുന്ന വീഡിയോയിൽ നമുക്ക് ആളെ പരിചയപ്പെടാം, ആളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് എന്തെങ്കിലും ബുള്ളറ്റിൻ്റേതായിട്ടുള്ള ചില ടിപ്സ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മെക്കാനിക്കുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.